Good afternoon. Good afternoon. Good afternoon. Good afternoon. Food കഴിച്ചോ? കഴിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ. ഞാൻ പറയാം. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in our life. ഓക്കെ, സൈൻ ഇൻ ആരാണ്? Sign in, ma'am. Today, with great happiness and respect, I welcome Ashwati ma'am. My classmates and I express our heartfelt thanks to Ashwati ma'am because ma'am's revision class during the exam days were extremely helpful for us. Ma'am's class greatly helped us to reduce our tension. We sincerely pray that God bless ma'am and ma'am with all kinds of prosperity. Thank you, Ashwati ma'am. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ? മാം പറഞ്ഞ കൊറേ വന്നു. നല്ല എളുപ്പമായിരുന്നു. മാർക്ക് വന്നിട്ടില്ല. ടെൻഷൻ കൊണ്ട് കുറച്ചൊക്കെ തെറ്റിയെന്നുള്ളത് മാർക്ക് വന്നാലേ അറിയുള്ളൂ. ഇമ്പോർട്ടന്റ് ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാന്ന് അറിയണ്ടായിരുന്നില്ലല്ലോ, എങ്ങനെയാണ് എക്സാം വരുന്നത്. ആദ്യമായിട്ടാണ് ഓൺലൈൻ എഴുതണത്. അപ്പൊ അതിന്റെ ഒരു എഴുതി തുടങ്ങിയപ്പോ സമാധാനായി. ഇനി കുഴപ്പമുണ്ടാവില്ല അല്ലെ? ഇനിയുള്ള എക്സാംസിന് കുഴപ്പമുണ്ടാവില്ല, അധികം പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കൂളായിട്ട് ഇരുന്ന് എഴുതാനായിട്ട് സാധിക്കും. നമ്മുടെ ക്ലാസ്സും കറക്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഓർക്കാനും പറ്റി. മാം രാവിലെ ക്ലാസ് എടുത്തിരുന്നല്ലോ റിവിഷൻ. അതും വളരെ ഉപകാരമായി. ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ എഴുതുന്നെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല മാർക്കുകളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ എല്ലാവർക്കും. ഓക്കെ, തോട്ട് ഉണ്ടോ? തോട്ട് ഓഫ് ദ ഡേ. Miss Parrot. Stay optimistic. Every new day offers an opportunity to improve. Fine. നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ നൽകിയതുകൊണ്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അവിടെ വരെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് പോകുന്നേ ഉള്ളോ? സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആദ്യത്തെ പോയിന്റിൽ തുടങ്ങി നിർത്തിയായിരുന്നു, പിന്നെ പറഞ്ഞു അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാന്ന് അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട് ഈ അപ്പാരന്റസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട്. ആ റെക്കോർഡും ഡീറ്റെയിൽസും പിന്നെ പിക്ചേഴ്സ് ടൂൾസിന്റെ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. അല്ലേ? ഓക്കെ, അതിനി വരുന്ന ക്ലാസ്സിൽ എന്തായാലും കാണിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് ആ ഒരു മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ആ സമയമാകുമ്പോഴത്തേനും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അളക ഒന്ന് റീഡ് ചെയ്യാമോ ആ പാരഗ്രാഫ്? 2 പാരഗ്രാഫ് സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോയിസ് എടുത്തില്ലായിരുന്നു. എന്താണ്? നോയിസ് എടുത്തില്ലായിരുന്നു.
നോയ്സ് എടുത്തില്ലായിരുന്നോ? എനിക്കൊരു സംശയം, നോയ്സ് അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞെന്ന് എന്റെ ഒരു ഓർമ്മ. നോയ്സ് നിങ്ങളൊരു കാര്യം ചെയ്യുക. നോയ്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു പാരഗ്രാഫും അതുപോലെ തന്നെ ഒരു 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റ് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒന്ന് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിക്കൊണ്ടുവരിക കേട്ടോ. ഓക്കെ ആണോ? അതൊന്ന് ചെയ്തിട്ട് വരിക. നോയ്സ് എന്താണ്, അതുപോലെ തന്നെ അതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ആ 4 പോയിന്റ് പറയുന്നത്. അത് നിങ്ങളൊന്ന് അടുത്ത പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്നാൽ മതി. ഓക്കെ. അളക വായിച്ചോളൂ കേട്ടോ. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Steps of communication. The word communication is derived എന്നാണ് അവിടെ വരുന്നത്. Derived from the Latin word community, which means common. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ? എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം, അങ്ങനെയാണ് മീനിങ് വരുന്നത്. വിച്ച് മീൻസ് കോമൺ, പൊതുവായിട്ടുള്ള ഒരു മീനിങ് വരുന്നതാണ്. ഹെൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിങ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. നമ്മൾ പൊതുവായിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻസ് ദ പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയാസ് ഓർ ഫീലിംഗ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫീലിങ്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ മറ്റൊരാളെടുത്ത് മറ്റൊരാളെടുത്ത് പാസ് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 persons, എ സെൻഡർ ആൻഡ് എ റിസീവർ. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ 2 വ്യക്തികൾ വേണം. ഒന്ന് അത് പറയുന്ന ആള് സെൻഡർ, പിന്നെ അത് കേൾക്കുന്ന ആള് റിസീവർ. വൺ പേഴ്സൺ അലോൺ കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Effective communication involves passing on ideas at both information and understanding levels. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ആള് പറഞ്ഞ കാര്യം മറ്റേ ആൾക്ക് മനസ്സിലാവും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് പറയാം. എ സ്റ്റുഡന്റ് മേ ഹിയർ എ ടീച്ചർ ആൻഡ് gather information but not understand what has been communicated. A student may hear a teacher and gather information but not understand what has been. അതെന്താ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം, ബാക്കി വായിച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു. Factors crucial to effective communication are empathy and feedback. കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എംപതി. എംപതി എന്ന് പറഞ്ഞാല് നമ്മള് മറ്റുള്ളവരെ അവരുടെ കണ്ണിലൂടെ കണ്ടിട്ട് മനസ്സിലാക്കുന്ന ഒരു കഴിവ്. പിന്നെ അവർ പറയുന്നതിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഘടകം കൂടി ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയാൽ നിങ്ങൾ സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിറ്റി വിച്ച് മീൻസ് കോമൺ. ഡിറൈവ്ഡ് എന്നാണ് കേട്ടോ അവിടെ, ഡെറിവേറ്റ് ചെയ്യുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തിരുത്തുക, എന്നിട്ട് ഡിറൈവ്ഡ് എന്ന് ആക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോമൺ എന്നാണ് കേട്ടോ. ഓക്കെ. Then hence communication is sharing common experiences with others. Communication എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. Communication defines the process of passing ideas or feelings from one person to another. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? അതായത് നമ്മുടെ ഐഡിയാസ് അതുപോലെ ഫീലിങ്സ് ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. Then communication involves at least 2 persons. കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് 2 വ്യക്തികളാണ്. 2 വ്യക്തികളാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് 2 വ്യക്തികളെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് സെൻഡർ ആണ്, മറ്റൊരാളെന്ന് പറയുന്നത് റിസീവർ ആണ്. Okay.
വൺ പേഴ്സൺ അലോൺ കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഒറ്റ വ്യക്തിക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ സ്ക്രീനിൽ നിങ്ങളെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ തമ്മിൽ നടത്തുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ നിങ്ങളില്ലാതെ ഞാൻ മാത്രം വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് അതെന്താവില്ല, കമ്മ്യൂണിക്കേഷൻ ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റിസീവർ ക്ലോസസ് ദ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് പറയാം, റിസീവർ എന്ന് പറയാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് പാസിംഗ് ഓൺ ഐഡിയാസ് അറ്റ് ബോത്ത് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അതായത് കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും നടത്താനായിട്ട് സാധിക്കും. പക്ഷെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാള് പറയുന്ന കാര്യം, അത് ഐഡിയാസ് ആയിക്കോട്ടെ, അവരുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, അത് മറ്റുള്ളവർക്ക് കേൾക്കുന്ന ആൾക്ക് കൂടി മനസ്സിലായാൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവുകയുള്ളൂ. സ്റ്റുഡന്റ് മേ ഹിയർ എ ടീച്ചർ ആൻഡ് ഗ്യാദർ ഇൻഫോർമേഷൻ ബട്ട് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്. അതായത് നമ്മൾക്കറിയാം ക്ലാസ് റൂമുകളിലൊക്കെ ടീച്ചറും സ്റ്റുഡൻസും ആണ് ഉള്ളത് അല്ലെ. അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ടീച്ചറും ഒന്ന് സ്റ്റുഡന്റും ആണ്. അപ്പൊ ഈ ടീച്ചറെ പറയുന്ന കാര്യങ്ങൾ കുട്ടി ചെവി കൊണ്ട് കേൾക്കുന്നു, പക്ഷെ അത് ആ കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അതിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ അളക, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്? മനസ്സിലായി. ആ, നമുക്ക് എന്ത് കാര്യവും ചെവി കൊണ്ട് കേൾക്കാം അല്ലെ. ഒരു കാര്യം നമുക്ക് ചെവിയില് ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയാന്നൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ കേൾക്കുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഫീഡ്ബാക്ക് ഉണ്ടാകും, അതിന് എംപതി, അതായത് ആളുകളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന് ചിലപ്പോ നമുക്ക് എതിർത്തുള്ള, അതായത് അവർക്കൊരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം, അവർക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ഒപ്പീനിയൻസ് പറയാനുണ്ടാവും അല്ലെ. അവർക്ക് സജഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അല്ലേ? ഇനി ദെൻ കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ സെമിനാർ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക കേട്ടോ. കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സെമിനാർ ടോപ്പിക് ആണ് അത്. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും തന്നെ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ? സെമിനാറിന് ശ്രദ്ധിക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ വിത്ത് കൺക്ലൂഷൻ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക, കണ്ടന്റ് എഴുതുക, ദെൻ കൺക്ലൂഷൻ എഴുതുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെയും കൂടെ ഒപ്പീനിയൻ അതിനകത്ത് കൂട്ടിച്ചേർക്കാം. ഇതിങ്ങനെയാണ് സെമിനാറിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു 3 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ഉണ്ട്, വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് ഉണ്ട്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഉണ്ട്. ആദ്യം നിങ്ങൾ ഇതൊന്ന് മൈൻഡിൽ റീഡ് ചെയ്യൂ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, എന്നിട്ട് ഞാൻ പറയാം ആരാണ് വായിക്കേണ്ടതെന്ന് കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ, വായിച്ച് മനസ്സിലാക്കുക എന്താണ് അതിനകത്ത് പറയുന്നത്.
വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. അഞ്ചു ഒന്ന് റീഡ് ചെയ്യാമോ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. Okay. The class communication between the teacher and the students in the classroom for transforming information is called classroom communication. Classroom communication എന്ന് പറയുന്നത് ടീച്ചറും കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് മൂന്നായിട്ട് ചെയ്തിട്ടുണ്ട്: സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, വിഷ്വലൈസേഷൻ ആൻഡ് ഒബ്സർവിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, സംസാരിക്കുന്നത് നമ്മൾ സ്പീച്ച് ചെയ്തിട്ട് അത് ലിസൺ ചെയ്യണേനാണ് പറയുന്നത്. ദ ടീച്ചർ സ്പീക്സ് ഓർ ഗിവൺ ഇൻഫർമേഷൻ റെസ്പെക്ടിങ് സബ്ജക്റ്റ് ഓർ മാനേഴ്സ് ഓർ മോറൽസ് ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ലിസണിങ് ടു ദ ടീച്ചേഴ്സ്. ടീച്ചർ സ്പീക്ക് ചെയ്യും, ക്ലാസ് എടുക്കുന്നത് പോലെ അവരുടെ സബ്ജക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും മോറൽ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്പീക്ക് ചെയ്തായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ ഷുഡ് ഗീവ് ഹർ വ്യൂസ് ഇൻ ദ ക്ലിയർ മാനർ. ടീച്ചർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതെല്ലാം നല്ല ക്ലിയർ ആക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ദ ടീച്ചർ ഇൻ ദ സ്പീക്കർ ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ദ ലിസണേഴ്സ്. ഈ ഒരു കാര്യത്തിൽ സ്പീക്കർ ആൻഡ് ലിസണിങ്ങിൽ ടീച്ചർ ആയിരിക്കും സ്പീക്കറും, കുട്ടികൾ അത് ലിസൺ ചെയ്ത് ഇരിക്കുന്നവരും ആയിരിക്കും. ഹിയർ ദ ടീച്ചർ ഈസ് ദ സ്പീക്കർ. ഓക്കെ, പ്ലീസ്. Speaking in one of the quickest, simplest and the most direct way of communication. നമ്മൾ നേരിട്ടുള്ള സംസാരമാണ് ഏറ്റവും സിംപ്ലസ്റ്റും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡയറക്റ്റ് വേ. The ability of speak completely in the skill that can be learned. നമ്മൾ ഈ സ്പീക്കിംഗ് എബിലിറ്റിയിലൂടെ നമ്മുടെ ആ സ്കില്ല് ലേൺ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് സാധിക്കും. Today, teachers spend 85% of the class time speaking. ടീച്ചർ 85% ക്ലാസ്സിൽ സ്പീക്ക് ചെയ്ത്, അതായത് അവർ പഠിപ്പിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് കൊടുക്കും. രണ്ടാമത്തത് വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? സുബിത, രണ്ടാമത്തേത് വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്. Visualization and observing. In this, the teacher shows some teacher aids or models for her efficient teaching. അതായത് വിഷ്വലൈസേഷൻ ആണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചർമാർ അവിടെ ടീച്ചിങ് എയ്ഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസോ കാണിച്ചിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഹിയർ സ്റ്റുഡൻസ് ആർ ദ ഒബ്സർവേഴ്സ്. അവിടെ കുട്ടികൾ അവിടെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. They observe well and store the message in their mind. അവർ ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യും. If the teacher prepare and shows proper visual things, ടീച്ചേഴ്സ് ശരിയായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. This type of communication contains showing along with the telling or explanation. ടീച്ചർ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് നന്നായി വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇറ്റ്
accentuate observation of what is shown rather than oral explanation. ഓറൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. It occurs when the teacher wants to provide sensory impact and when he feels that the written or spoken words may not be effective. സ്പോക്കൺ വേർഡ്സിനേക്കാളും റിട്ടൺ വേർഡ്സിനേക്കാളും കൂടുതലായിട്ട് വിഷ്വലൈസേഷൻ ആണ് കുട്ടികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. The method of transmission of ideas or information through drawing models, dramatization, demonstration, films or television are example of this type. ടീച്ചർ ഓരോന്നിന്റെ മോഡലുകൾ വരച്ചത് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഡ്രാമാറ്റിസ്റ്റേഷൻ, ഫിലിംസ് ഓർ ടെലിവിഷൻ, ഇതൊക്കെ ഈ വിഷ്വലൈസേഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, then അടുത്തത് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. മീനു സുരേഷ്. Yes, ma'am. Writing and reading. To make her teacher suitable without doubt, the teacher writes her information on the blackboard legibly. ടീച്ചർ ശരിയായ രീതിയിൽ suitable without doubt, the teacher writes her information to the blackboard legibly. അതായത് ടീച്ചർ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡിൽ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ എഴുതുന്നു. Then the students are reading first and start writing in their notebooks. ആദ്യം കുട്ടികൾ അത് വായിച്ചു നോക്കിയിട്ട് പിന്നീട് അവരുടെ നോട്ട്ബുക്കുകളിലേക്ക് എഴുതുന്നു. After that, the students submit their assignment to the teacher. She goes through. സ്റ്റുഡൻസ് അവരുടെ അസൈൻമെന്റ് ഒക്കെ ടീച്ചറുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ അത് നല്ലപോലെ വായിക്കുന്നു. Here the teacher is the reader to check whether the students will get the messages right or not. ഇവിടെ ടീച്ചർ നല്ലൊരു റീഡറായിട്ട് സ്റ്റുഡൻസ് വിൽ ഗെറ്റ് മെസ്സേജ് റൈറ്റ് ഓർ നോട്ട്, മെസ്സേജ് പറഞ്ഞത് അല്ല എഴുതിയത് കറക്റ്റ് ആണോ എന്ന് ടീച്ചർ റീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. നല്ലപോലെ റീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കുന്നു. ഇഫ് ദേ മേക്ക് മിസ്റ്റേക്ക് ഷീ ഷുഡ് കറക്റ്റ് ദം. ടീച്ചർ അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. This type of communication is the classroom guidance that students to do their work carefully. ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ക്ലാസ് റൂമിൽ ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ടീച്ചർ നടത്തുമ്പോൾ കുട്ടികൾ അവരുടെ വർക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു. Through this communication we can easily find out how the teacher found out how the teacher would pass her information to the students. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുട്ടികളുമായിട്ട് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ ഈസിലി, അതായത് കുട്ടികളായിട്ടുള്ള ഇങ്ങനത്തെ തരം കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സ്റ്റുഡൻസിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ടീച്ചർക്ക് സാധിക്കുന്നു. When a teacher is shared with the class, she not only concerned with the batch of students but also the entire classroom. ഇങ്ങനെ ടീച്ചറെ ക്ലാസ്സിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കുട്ടികൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ആ ബാച്ചിലെ സ്റ്റുഡൻസ് അത് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. കറക്റ്റാണോ? ഓക്കെ, അപ്പൊ ഒരു 3 രീതികളാണ്. 3 പേരും നല്ലതുപോലെ വായിച്ചു. അപ്പൊ ഞാനിപ്പോ ഒന്നും കൂടി ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊക്കെ 3 വായിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് ഞാനിത് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 3 കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം, അതിന്റെ റീസൺ എന്താണെന്ന് ഒന്ന് എഴുതണം. കേട്ടോ? പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്.
Speaking and listening means സംസാരിക്കുക, കേൾക്കുക. Okay. The teacher speaks or gives information respecting subject or manners or morals that the students are listening to the teacher. She should give her views in clear manner. Here the teacher is the speaker and the students are the listeners. Speaking is one of the quickest, simplest and most direct ways of communication. The ability to speak completely is a skill that can be learned. Today teachers spend 85% of the class time speaking. Okay. അതായത് ഇവിടെ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ, ഒരു അവരുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ടീച്ചറിനെ ചിലപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലോട്ടോ ആയിരിക്കും അല്ലെ. അപ്പോ അവരെന്ത് ചെയ്യുന്നു, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അതുകൂടാതെ ചില മോറലുകൾ ഉണ്ട് അല്ലെ, ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ പറയാറുണ്ട് സ്റ്റുഡൻസിനോട്. അപ്പോ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേൾവിക്കാരായിട്ട് ഇരിക്കുക ചെയ്യുന്നത് അല്ലെ. അതായത് ടീച്ചർ എന്ന് പറയുന്ന കാര്യം സ്റ്റുഡൻസ് അവിടെ ഇരുന്ന് കേൾക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ടീച്ചർക്ക് എന്താണ് വ്യൂസ്, ഇപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഐഡിയോളജി അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ചില വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ടീച്ചർക്ക് എന്ത് വ്യൂസ് ആണോ ഉള്ളത് അത് എന്താണ്, അത് ക്ലിയർ ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് സ്പീക്കറാണ്, സംസാരിക്കുന്ന വ്യക്തി കൂടുതലും ആരാണ്, ടീച്ചറാണ്. സോ സ്പീക്കർ എന്ന് പറയുന്നത് ടീച്ചറാണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലിസണർ ആണ്, കേൾക്കുന്ന വ്യക്തികൾ ആരാണോ അവരാണ് ലിസണർ എന്ന് പറയുന്നത്. അപ്പോ സ്റ്റുഡൻസ് ടീച്ചർ ഒരു കോൺവെർസേഷനില് അവിടെ ലിസണർ സ്റ്റുഡൻസും സ്പീക്കർ ടീച്ചറും ആയിരിക്കും. കൂടുതൽ സംസാരിക്കുന്നത് ആര് തന്നെയായിരിക്കും, ടീച്ചർ തന്നെ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ളതും ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമുക്ക് എളുപ്പത്തില് എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കും, വളരെ വേഗത്തിൽ നമുക്ക് പറയാം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്പീക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അത് എന്താ പറയാ, അത് പഠിപ്പിക്കാനുള്ള, അതായത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാനുള്ള എബിലിറ്റി കൂടിയാണത് ഈ ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. സ്പീക്കിംഗ് എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ടീച്ചർ ആവാനായിട്ട് സാധിക്കും അല്ലെ. സ്കിൽ എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അല്ലെ. സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവാൻ അല്ലെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ ഒക്കെ എന്താ ആവശ്യമാണ്, എന്താണ് ആവശ്യം, എന്താണ് ആവശ്യം, സ്പീക്കിംഗ് സ്കില്ല് വേണ്ടേ? വേണം. സംസാരിക്കാനുള്ള കഴിവ് വേണം അല്ലെ. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് അത് പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്. നമുക്ക് ആർക്കും ജന്മന ഒന്നും തന്നെ കിട്ടുന്നില്ല, ചിലർക്ക് കിട്ടിയെന്നിരിക്കാം. പക്ഷെ നമ്മൾ കൂടുതലും നമ്മുടെ ഓരോ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് ബൈ പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസിലൂടെയാണ് നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രാക്ടീസും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ടീച്ചർമാരെന്ന് പറയുന്നത് 85% എന്താണ് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതൊരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ടീച്ചർമാരാണ് കൂടുതൽ സംസാരിക്കുന്നത് അല്ലെ. ടീച്ചറിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. 85% ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാണ്, എന്താണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ആർക്കാണ് പ്രാധാന്യം ഉള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത് സ്പീക്കർക്കാണ് കേട്ടോ. പ്രയോറിറ്റി കൊടുക്കുന്നത് സ്പീക്കർക്കാണ്. ആ ടീച്ചർ പറയുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അവർക്കാണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് ആണ്. വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ഇവിടെ ടീച്ചർ അധികം സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിൽ അതുപോലെ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നതിന് പകരം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചില എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിലൂടെ അവര് എന്ത് ചെയ്യുന്നു, ഡ്രമാറ്റൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്, അതായത് ചില പിക്ചറുകൾ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും നോവലോ കഥയോ ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ ആ നോവലോ കഥയോ ഏതുമാകട്ടെ അത്
ഫിലിം അല്ലെ, പ്രൊജക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് സ്ക്രീനിൽ കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു നോവൽ അവര് പെട്ടെന്ന് അവർക്കത് ക്യാച്ച് ചെയ്യാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇത്തരത്തില് അതായത് പിക്ചേഴ്സ് വഴി, ചാർട്ട് വഴി, അല്ലെങ്കിൽ പല രൂപേണ, അതായത് ഇവിടെ കൂടുതലും കാണിക്കുന്നതിനാണ് പ്രാധാന്യം, പറയുന്നതിനല്ല. പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഇവിടെ കൂടുതൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പൊ ടീച്ചർ 1 2 3 4 5 10 വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് പകരം എന്താണ്, ഒരു ചാർട്ടില് ആ 1 2 3 4 5 10 വരെ എഴുതിയിട്ട് അതിന് നേരെ കൗണ്ട് ചെയ്യാനുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതാണ്. ദാറ്റ് ഈസ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. ഇവിടെ വിഷ്വൽസിനാണ് പ്രാധാന്യം, കാണുന്ന കാഴ്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. കുറച്ചും കൂടി എന്താണ്, ഇപ്പോ ഞാൻ ഒന്ന് പറയട്ടെ, അതായത് ഇപ്പോ നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ, മാപ്പുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാനൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങള് മാപ്പിൽ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവും. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങളുടെ. അപ്പോ നമ്മളിത് ആ സ്ഥലം ഇവിടെയാണ്, ഈ ഒരു ഡിസ്ട്രിക്റ്റിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലാണ് എന്ന് അങ്ങനെ പറയുന്നതിന് പകരം അതൊരു മാപ്പ് രൂപേണ അല്ലെങ്കിൽ ചാർട്ട് രൂപേണ നമ്മൾ വരച്ചു കഴിഞ്ഞ് അത് ബ്ലാക്ക് ബോർഡിന്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ അത് ലൊക്കേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളുടെ കയ്യിലും അതിന്റെ ഒരു കോപ്പികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ കുട്ടികളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് യാതൊരു കാര്യവുമില്ല. കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ കണ്ണിൽ തെളിയണം അല്ലെ. കണ്ണു വഴിയാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിനിലേക്ക് അത് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റിംഗ് റീഡിംഗ് എന്ന് പറയുന്നത് ടീച്ചർ, നമ്മൾ ആദ്യത്തെ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള വെർഷൻ ആണ്. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു, കുട്ടികൾ അത് അവരുടെ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്ത് എഴുതി വെക്കുന്നു. അപ്പൊ ടീച്ചർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ എഴുതുന്നുണ്ട്. എഴുതുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ അത് ക്യാച്ച് ചെയ്ത് അവരുടെ നോട്ട്ബുക്കിൽ എഴുതുന്നത്. ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുന്നത് വഴി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അവർ എഴുതിയ കാര്യത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ടീച്ചർക്ക് തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്, ടീച്ചർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവഴി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ടീച്ചർ ആയാലും സ്റ്റുഡൻസ് ആയാലും അവർക്ക് തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എന്താണ്, ഡോക്യുമെന്റഡ് ആക്കി വെക്കുകയാണ്, അതായത് രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്താണ് ടീച്ചർ പറയുന്നത് അത് എഴുതുന്നു അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ചില എക്സാം ഒക്കെ ഉണ്ട് അല്ലെ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒക്കെ സമയത്ത് കൂടുതലും അങ്ങനെയുള്ള ആ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ് അല്ലെ. അതായത് അവർക്ക് എന്താണോ അവരുടെ സിലബസ് എന്താണോ ആ സിലബസിലുള്ള കാര്യങ്ങൾ ഓരോ ബുക്കുകളാക്കിയിട്ടുണ്ടാകും. ആ ബുക്കുകൾ അവർ വായിക്കുന്നു, വായിച്ചെടുത്ത കാര്യം അവരൊരു നോട്ട്ബുക്കില് രേഖപ്പെടുത്തി വെക്കുന്നു, അതായത് ഷോർട്ട് നോട്ടുകളായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെ ഷോർട്ട് നോട്ടുകളായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതിലൂടെ അവർക്ക് പഠിക്കാനും പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ അതും കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു എന്ന് വിചാരിക്കും. ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് എന്താണ് തോന്നിയത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന്റെ സമയത്തൊക്കെ ജസ്റ്റ് അതൊന്ന് റിവിഷൻ ചെയ്താൽ മതി. നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം കേട്ടോ, പഠിച്ചാൽ മാത്രമാണ് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോ ഇത്തരത്തില് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുത്തതും അതുപോലെ തന്നെ അസൈൻമെന്റുകൾ ഉണ്ടെങ്കിൽ സെമിനാറുകൾ ഉണ്ടെങ്കിൽ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതൊന്ന് നോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആണ് പഠിക്കുന്നത്. ഓക്കെ,
ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പോ ഞാൻ ഈ 3 മെത്തേഡും ഇവിടെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. റീസണും കൂടി എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് കൂടി എഴുതണേ. 10 മിനിറ്റ് സമയം തരാം. എല്ലാരും ഓക്കെ അല്ലേ എഴുതാനായിട്ട്? എഴുതിക്കോളൂ കേട്ടോ. ഇംഗ്ലീഷിൽ വേണോ മാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം.
ഓക്കെ, അളക കഴിഞ്ഞു അല്ലേ? റീഡ് ചെയ്യാമോ അളക എഴുതിയത്? Yes, miss. I like the method visualizing and observing because compared to other methods, it involves seeing and doing, and it enhances students' understanding and thinking ability. It's a sensorial learning method, so the students will remember the things they studied through this method easily. മിസ് അത്ര എഴുതിയുള്ളൂ. അത്ര എഴുതിയിട്ടുള്ളൂ അല്ലേ? Okay. ഞാൻ വായിക്കട്ടെ ടീച്ചറെ? സുബിത വായിച്ചോളൂ കേട്ടോ. I believe that visualization and observation is the powerful communication method. This method easily catches children in their brain. If teacher explain any animals like kangaroo or other animals, children are not familiar. Such case, a picture of kangaroo show the students they easily identify. They identify the animal. Visualizing is a method that is very powerful method in teaching. This method easily remember what they study. In this method, teacher and students are easily participating. They ask our doubt about the visualizing object. That's it. കഴിഞ്ഞ ടീച്ചറെ? ഓക്കെ, ഞാൻ പറയാം. ആ അതും വിഷ്വലൈസേഷൻ തന്നെയാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ കാണിച്ചത്. 10ാം ക്ലാസ്സിൽ ബുക്കിൽ പഠിച്ച ഒരു കാര്യം പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ അന്ന് കണ്ട ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷ്വലൈസേഷൻ ആണ് കൂടുതൽ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്നത്. ചെമ്മീൻ അന്ന് കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1965 റിലീസ് ചെയ്ത സിനിമ ചെമ്മീനെ കുറിച്ച് കുറെ അങ്ങനെ ഓർമ്മകളുണ്ട്. പിന്നെ തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് പിന്നീട് അത് സിനിമയായത്. അതേ പേരിൽ തന്നെ സിനിമയായത്. പിന്നെ കറുത്തമ്മ, പരീക്കുട്ടി, അങ്ങനെ 2 ക്യാരക്ടറാണ്. കറുത്തമ്മയായിട്ട് ഷീലാമ്മ, പരീക്കുട്ടിയായിട്ട് മധു. പിന്നെ കറുത്തമ്മയെ വിവാഹം കഴിച്ച പളനി എന്ന് പറയുന്ന ഒരാള് സത്യനാണ് നടൻ. പിന്നെ കറുത്തമ്മയുടെ ഒരു അച്ഛൻ. അങ്ങനെ അത്രയും പേരാണ് അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ്. പിന്നെ കറുത്തമ്മ എന്ന് പറയുന്ന ഹിന്ദു കുട്ടി, പരീക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം പയ്യനെ പ്രണയിക്കുന്നതാണ് അതിന്റെ മെയിൻ സ്റ്റോറി. അത് കഴിഞ്ഞ് പളനി എന്ന് പറയുന്ന ആളെ അച്ഛൻ കറുത്തമ്മേനെ വേറെ കെട്ടിച്ചു വിടുന്നു. അങ്ങനെ ഒരു പണ്ടത്തെ നമ്മുടെ കേരളത്തിന്റെ ആ തീരപ്രദേശങ്ങളിലുള്ള ഒരു ജീവിതം, ഒരു സാംസ്കാരിക പൈതൃകം ഇനിയുള്ള ഒരു തലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ആ സിനിമ ചെയ്തേക്കുന്നത്. ആ സിനിമ ഇപ്പൊ എടുത്ത് നമുക്ക് കണ്ടാലും അന്നത്തെ ആ കടലോര മേഖലയിലെ ആളുകളുടെ ജീവിതം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാകും. അങ്ങനെ ആ രീതിയിലാണ്, അതിപ്പോഴും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അടുത്ത് നിന്ന് സ്വർണ്ണ മെഡൽ കിട്ടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു 8ഓളം പാട്ടുകൾ അതിൻ്റെ അകത്തുണ്ട്. അതിൽ 3 എപ്പോഴും നമ്മൾ കേൾക്കുന്ന മറ്റേ കടലിനക്കരെ പോണോരെ ആ പാട്ട്. പിന്നെ അങ്ങനെ കുറെ മാനസമൈനെ വരൂ, അങ്ങനത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ ആ കറുത്തമ്മ ഒരു കറുത്ത ബ്ലൗസും പിന്നെ മുണ്ടിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊക്കി കുത്തി വെച്ചേക്കുന്നൊക്കെ ഇപ്പോഴും ഇന്നലെ കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താ, അങ്ങനെ നമ്മൾ കാണുന്നതാണ് നമുക്ക് കൂടുതൽ. അന്ന് കടലാണ് വിധി തീരുമാനിക്കുന്നതെന്ന് അങ്ങനെ ഒരു ചിന്ത. പിന്നെ കടലിൽ പോകുന്ന ആളുകൾക്ക്, ഭർത്താക്കന്മാർക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ വിശ്വസ്തതയാണ് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു മിത്ത്. അത് ശരിയാണോ തെറ്റാകാം, പക്ഷെ അങ്ങനെ അത് വിശ്വസിച്ചിരുന്ന ഒരുപറ്റം ആളുകളുടെ കഥ അങ്ങനെ
ആണ്. അത്രയൊക്കെ ഉള്ളു. അത്രയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. പിന്നെ ഇപ്പോഴത്തെ ഇതായാലും നമ്മുടെ ദൃശ്യം സിനിമ അതും കണ്ട് വേറൊരു സിനിമയെക്കാളും നമ്മൾ ഓർക്കില്ല ജോർജ് കുട്ടി തൊടുപുഴയ്ക്ക് ധ്യാനത്തിന് പോയത്. എല്ലാരും അയാളത് വീണ്ടും ആ ജോർജ് കുട്ടി വീണ്ടും ആ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും പോയി ആദ്യം ചെന്നിടത്ത് തന്നെ പോയി വീണ്ടും ഞങ്ങൾ ഇന്ന് ധ്യാനത്തിന് വന്നു എന്ന് കണ്ടു പറഞ്ഞ് അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ അത് ഉറപ്പിക്കുവാണ്. അപ്പൊ പിന്നീട് ചോദിക്കുമ്പോൾ അയാളെ ഒരു കണ്ടേന്റെ ഓർമ്മ ആ വിഷ്വൽ എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ട് അയാളെ എന്നാ ധ്യാനത്തിന് വന്നെന്ന ഡേറ്റ് ആർക്കും ഓർമ്മയില്ല. പക്ഷെ എല്ലാവരും അയാളെ ആ കണ്ട ദിവസം അന്നാണ് ധ്യാനത്തിന് പോയെന്ന് ആ വിഷ്വൽ എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ട് അങ്ങനെ അവരത് വിശ്വസിച്ച് പറയുന്നു. ഓക്കെ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. മാം, പറഞ്ഞോളൂ. എനിക്കും വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് തന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടമായത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലോകത്ത് കുട്ടികൾ കൂടുതലും മൊബൈലിനോടാണ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സിലായാലും സ്മാർട്ട് ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്ന കാരണം അവര് ആ കാണുന്ന ഇത് എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. നമ്മളിപ്പോ ഒരു ആനേനെ പറയണേക്കാളും കൂടുതൽ അവർക്ക് ആ വിഷ്വല് കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആന രണ്ട് ചെവി ഇത്ര വലുത്, കാല് ഇത്ര വലിയ തൂണ് പോലത്തെ കാല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ട് നമ്മളത് നേരിട്ട് ഇങ്ങനെ വിഷ്വലായിട്ട് കാട്ടി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവരത് വേഗം പഠിക്കും. നേരെ മറിച്ച് നമ്മളത് പാട്ട് പാടി എത്ര പ്രാവശ്യം നമ്മൾ ആ പാട്ട് പാടി പഠിപ്പിച്ചാലും അത് ചിലപ്പോൾ മനസ്സിൽ നിൽക്കണമെന്നില്ല. വിഷ്വലായിട്ട് നമ്മളത് കാട്ടി കൊടുക്കുമ്പോൾ അത് വേഗം തന്നെ മനസ്സിൽ നിൽക്കും. അത് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു ഇതാണ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് അവരുടെ ഭാഗ്യം. പിന്നെ നമ്മളിപ്പോ ശുഭ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ഇത് പുലിമുരുകൻ സിനിമ ഇറങ്ങിയ സമയത്ത് കുറേ കുട്ടികൾ ആ പുലിമുരുകനായിട്ട് എൻ്റെ മോൻ വരെ അത് കണ്ടു വന്ന അന്ന് രാത്രി മുതൽ അവൻ പുലിമുരുകനായി ആക്ട് ചെയ്യായിരുന്നു. അവൻ അങ്ങനത്തെ ശൂലം വേണം, അങ്ങനത്തെ ചെരുപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ കൂടുതൽ അപ്പൊ അവര് കണ്ണുകൊണ്ട് കാണുന്നത് അവര് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിട്ട് ആണ് അവരത് ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ അവർക്കത് മനസ്സിൽ ഇങ്ങനെ ഉറച്ചു സംഭവം. ഇന്നതാ ഇപ്പൊ ഒരു വിഷ്വല് കാണുമ്പോൾ ഇപ്പൊ പഠിക്കേണ്ട സംഭവമായാലും ആ വിഷ്വലായിട്ട് നമ്മൾ കാട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടാവും. പിന്നെ ഇപ്പൊ അതേ കർക്കിടക മാസം രാമായണം ഉണ്ടായിരുന്നു. രാമായണം നമ്മൾ ഇപ്പൊ മോനിരുന്ന് വായിക്കുന്ന ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഏട്ടൻ അത് യൂട്യൂബിൽ അതൊരു വീഡിയോ ആക്കിയിട്ട് കാട്ടി കൊടുത്തപ്പോ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടായി. അവൻ ആ വായിച്ച സംഭവങ്ങൾ ഫുള്ള് വിഷ്വലായിട്ട് കണ്ടപ്പോ അവൻ പറയണേ അമ്മ ഞാൻ അത് മറക്കില്ല ആ കഥ, രാമായണത്തിന്റെ കഥ അതുപോലെ മഹാഭാരതം ഒക്കെ ഇപ്പൊ വിഷ്വലായിട്ട് നല്ല AI കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോ കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാവണ രീതി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യണതന്നെയാണ്. അതാണ് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ അങ്ങനെയാണ് നല്ലത്. എനിക്കും ഇപ്പൊ അങ്ങനെ ഒരു രീതി ഇഷ്ടമായി തുടങ്ങി. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താന്ന് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വിഷ്വൽ ചെയ്തിട്ട് കാട്ടിക്കൊടുക്കുക തന്നെയാവും നല്ലത്. പറഞ്ഞ് പഠിപ്പിക്കണേക്കാളും നല്ലത് വിഷ്വലായിട്ട് കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഒബ്സർവ് ചെയ്യും. അവരത് എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല. ഇപ്പൊ ചെമ്മീന്റെ കഥ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ കഥ ഒക്കെ അത് കൂടുതൽ അവര് സൂപ്പർ ഹീറോസ് വെച്ചിട്ടാണ് അവര് ഇപ്പോഴത്തെ ജനറേഷൻ അതിനെ കാണുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടല്ലേ. അതിലത്തെ വിഷ്വലൊക്കെ അവരിപ്പോഴും ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കണ്ടപ്പോഴേക്കും അതിനൊരു അഡിക്ഷനായി അവർക്ക്. അതിൽ നീലി എന്നൊക്കെ പറയുമ്പോ നമുക്ക് പണ്ട് നീലി എന്ന് പറയുമ്പോ സിനിമ വെള്ളസാരി ഉടുത്തിട്ട്, ഇപ്പോഴത്തെ നീലിയൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര അങ്ങനെ ഒരു അഡിക്ഷനാണ് ഇപ്പോ. കൂടുതലും അവർക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് വിഷ്വൽ ചെയ്തിട്ടുള്ള ഇതാണ് നല്ലത് എന്നാണ് എന്റെയും അഭിപ്രായം. താങ്ക് യു. അതെ ഓക്കെ. ഇനി ആരാണ് എഴുതിയിട്ടുള്ളത്?
ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ നോയ്സിന്റെ ആ ഒരു പോയിന്റുകൾ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരിക. പിന്നെ അത് കൂടാതെ കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ, വൈൻഡപ്പ് ചെയ്യാം. Okay, ma'am. സുരേഷ് സൈൻ ഔട്ട് ചെയ്യുന്നില്ലേ? Okay, ma'am. പെട്ടെന്നാണ് വിട്ടുപോയി. A big thanks to the ma'am who conducted the class so well and also the students who attentively attended it. Today's class was very interesting. Today teacher taught us communication chapter. Today's class communication was very important to the in the പറയാൻ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ Today class was interesting and informative. Big thanks to Ashdi ma'am for spending valuable time for us. Once again, thank you, Ashdi ma'am. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒരു ബാച്ചിലെ കുട്ടികള്, ഞാൻ നിങ്ങളെ 2 ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ, ഓർമ്മയുണ്ടോ? 2 ഗെയിമുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയില്ല? ചൈനീസ് വിസ്പർ ആൻഡ് സൈമൺ സേസ്. ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു ബാച്ചിലെ കുട്ടികള് ഇന്ന് അത് ഓൺലൈനില് കളിച്ചു അത് ചൈനീസ് വിസ്പറും സൈമൺ സേസും ഓൺലൈനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അത് പ്രസന്റ് ചെയ്യുക കേട്ടോ. അവര് തന്നെയാണ് മുൻകൈ എടുത്തത് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ഐഡിയ വെച്ച് തന്നെ അത് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് അവരത് പ്രസന്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഒരു ഡിസ്കഷൻ നടത്തുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു.